ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ എങ്ങനെ ഒരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാമെന്ന് കാണിക്കാം. ചോറ് തയ്യാറാക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചെമ്മീൻ്റെ മസാല തയ്യാറാക്കുന്നതിനായി ചെമ്മീനിൽ അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അരച്ച് പുരട്ടി കുറച്ച് നേരം വെച്ചതിന് ശേഷം വറുത്ത് കോരുക. ആ എണ്ണയിലേക്ക് സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ മുതലായവ വറുത്ത് കോരുക. ആ വറുത്ത എണ്ണ ചെമ്പിലേക്ക് ഒഴിക്കുക. അതിലേക്ക് സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം അതിലേക്ക് മല്ലിയില, കരിവേപ്പില, പുതിന ഇല എന്നിവ ചേർക്കുക. അല്പം ഉപ്പ് ചേർത്ത് അത് നന്നായി വഴറ്റാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് മൂടി വെച്ച് അല്പം വേവിക്കുക. അത് സബോള നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, അല്പം കുരുമുളക് പൊടി, പിന്നെ അല്പം ബിരിയാണി മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. മസാലയുടെ പച്ചപ്പ് മാറിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചെമ്മീൻ അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അത് നന്നായി വെക്കുക. നേരത്തെ വറുത്ത് വെച്ച ഇച്ചിരി സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതിലേക്ക് ചേർത്ത് അതിനുശേഷം വെന്ത് വെച്ചിരിക്കുന്ന ബിരിയാണി അരി അതിലേക്ക് ലെയറായിട്ട് ഇടുക. മുക്കാൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി ആദ്യമേ ഒരു ലെയർ ഇടുക. അത് പ്രസ് ചെയ്യല്ല ഒരു കാരണവശാലും. അതിൻ്റെ പുറത്തേക്ക് അല്പം കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് സബോള വറുത്തത്, കശുവണ്ടി, മുന്തിരിങ്ങ, മല്ലിയില, പുതിനയില എന്നിവ ചേർത്ത് അതിൻ്റെ പുറത്തേക്ക് അല്പം ബിരിയാണി മസാലയും കൂടി ചേർക്കുക. ഈ പ്രോസസ്സ് രണ്ടാമതെയും ചെയ്യുക. നമ്മൾ ഒഴിക്കുന്ന നെയ്യുടെ അളവനുസരിച്ചിരിക്കും ബിരിയാണിയുടെ ടേസ്റ്റ് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് നെയ്യ് നന്നായിട്ട് ചേർക്കുക. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിട്ട് വെക്കാം. 10 മിനിറ്റിന് ശേഷം സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണി തയ്യാർ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. റൈസ് കാണുമ്പോഴേ അറിയാം ഒന്നിൽ തൊടാതെയാണ് ഇരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ബിരിയാണി കഴിച്ചവരുടെ എല്ലാവരും വയറും നിറഞ്ഞു, എൻ്റെ മനസ്സും നിറഞ്ഞു. ഇനി അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. Bye bye, see you soon.